എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് അണകാൽ ഊരിലാണ്. അപ്പോൾ ഈ ഒരു വഴിയെന്ന് പറയുന്നത് തൊണ്ടങ്കൽ എന്ന് പറയുന്ന ഊരിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു വഴിക്ക് ഈ സൈഡ് നെയ്യാർ എന്ന് പറയുന്ന വൈൽഡ് ലൈഫ് സാഞ്ചുറിയാണ്. ഇപ്പുറത്തെ സൈഡ് പേപ്പാറ. അപ്പോൾ രണ്ട് വന്യജീവി സങ്കേതങ്ങളുടെയും നടുക്കുള്ളൊരു വഴിയാണ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു ഫയൽ റെയിനാണ്. ഇതെല്ലാ വർഷവും തെളിച്ചിടുന്നതാണ്. അപ്പം നമ്മളിന്ന് യാത്ര ചെയ്യുന്ന സ്ഥലമെന്ന് പറയുന്നത് ഈഞ്ചപ്പുരി എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററോളം വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഈഞ്ചപ്പുരി എന്ന് പറയുന്ന സ്ഥലത്തെത്താം. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ അണകാല് ഊരിലുള്ള ഊര് നിവാസികളായിട്ടുള്ള ആൾക്കാർ പണ്ട് താമസിച്ചിരുന്നൊരു സ്ഥലമാണ് ഈ ഈഞ്ചപ്പുരി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ പഴയ വീടിൻ്റെ അവശിഷ്ടങ്ങൾ, അവരുടെ വീടിൻ്റെ തിട്ടകൾ, അതായത് പെരത്തിട്ട എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഈഞ്ചപ്പുരി എന്ന് പറയുന്ന സ്ഥലത്തിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് നമുക്ക് അണകാലൂരിൽ തന്നെ വീരപ്പൻ, അഥവാ നമ്മുടെ ഒരു സുഹൃത്താണ് വീരപ്പൻ ചേട്ടൻ, സന്തോഷം എന്നൊക്കെ 2 പേരുണ്ട്. വീരപ്പൻ എന്നുണ്ട് പേര്, സന്തോഷം എന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ സന്തോഷ് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചതിന് ശേഷം നമുക്ക് ഈഞ്ചപ്പുരി എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള യാത്ര തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് സന്തോഷ് അണ്ണൻ. അപ്പോൾ സന്തോഷ് അണ്ണ, നമ്മൾ പോകുന്ന ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് കൂടുതലായിട്ടൊന്ന് പറയാമോ? നമ്മളിപ്പോൾ പോകുന്നത് ഈഞ്ചപ്പുരിയിലാണ്. ഈഞ്ചപ്പുരിയിൽ ഈ കൂടുതൽ നമ്മൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് പറയുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പോൾ ഇത് ഈ ഒരു പേപ്പാറ നെയ്യാറിൻ്റെ ഒരു ബോർഡറിലാണ് നമ്മളിപ്പോൾ നിൽക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ പൂജ ചെയ്യുന്ന ഒരു കുരുതിക്കളം എന്ന് പറയും. ഇതോ അത് തൊട്ട് പുറകിലാണ്. ഇതോ അതിൻ്റെതാണ് ആ കമ്പ് ഉളച്ച് ഇങ്ങനെ കെട്ടിയിരിക്കണതാണ്. നമുക്ക് അവിടെ ഒന്ന് പോയി കാണിച്ചല്ലേ? ഓക്കെ, ഇപ്പോൾ ഇതാണ് ചേട്ടാ കുരുതിക്കളം. അപ്പം ചേട്ടാ ഇവിടെ എങ്ങനെയാണ് പൂജയൊക്കെ ഏത് സമയത്തൊക്കെയാണ് നടത്തുന്നത് ഈ ഒരു കളത്തിൽ? ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് ഇംഗ്ലീഷ് അല്ല, മലയാള മാസത്തിലാണ് നമ്മുടെ ഇത് കണക്ക് കൂട്ടുന്നത്. നമ്മളെ കണക്കൂട്ട് അച്ഛനും ഇത് ഇവിടുത്തെ പൂജ ചെയ്യുന്ന കർമ്മിയായാലും ഈ മലയാള മാസമാണ് നോക്കുന്നത്. അപ്പോൾ കന്നി കുരുതി, മീനക്കുരുതി എന്ന് പറഞ്ഞിട്ടുള്ള 2 കുരുതി, വലിയ കുരുതികളാണ്. അതാ ഒരു പൂജയാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ വിളക്ക് കെട്ടി കൊടുക്കുന്ന പറയും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുത്തിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പം ഇത് കാണാൻ പിടിച്ച് കിടക്കുന്നത് നോക്കണ്ട, നമ്മളിത് കൊടുക്കാൻ നേരത്ത് ഇതിനകം വൃത്തിയാക്കി കൊടുത്തിയാക്കി കൊടുക്കും. നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, ഇത് നമ്മുടെ നാച്ചിയാർ മോട്ടയാണ് ഇത് കാണുന്നത്. പിന്നെ തൊണ്ടങ്കലിലേക്ക് പോകുന്ന വഴി, പിന്നെ അണകാലൂരിലുള്ള ഒരു കുരുതിക്കളം. അപ്പം ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് നമ്മൾ പറഞ്ഞ ഈഞ്ചപ്പുരി ഇങ്ങോട്ട് പോകണം. ഓക്കെ, അപ്പം നമുക്ക് പോയാലോ? ഓക്കെ, പോവാം. അങ്ങനെ നമ്മൾ അണകാലിൽ നിന്ന് നെയ്യാറിലേക്ക് പോകുന്ന ഒരു ട്രക്ക് പാത്തുണ്ട്. ഇപ്പം എല്ലാ വർഷവും ഈ ഒരു വഴി തെളിച്ചിടുന്നതാണ്. ഇപ്പം തെളിച്ചിട്ടിട്ടില്ല. അപ്പോൾ ഇത് കണ്ട, ഇത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൂടെ ഭയങ്കര ആനയായിരുന്നു. ആ സമയത്ത് വന്ന് തീയൊക്കെ ഇട്ടതാണ് കേട്ടോ. അണകാൽ ഊരിലെ ആൾക്കാർ വന്ന് തീയിട്ടിട്ട് ആനേനെ ഓട്ടിക്കാൻ വേണ്ടിയൊക്കെ ചെയ്തിട്ടുള്ളൊരിതാണ്, തീയിട്ടതാണ്. അപ്പം ഇവിടെ നിന്ന് 2 സൈഡും ഭയങ്കര പുല്ല് കാടൊക്കെ ഉള്ളൊരു വഴിയാണ്. അപ്പം ഈ ഒരു വഴിയിലൂടെ ഞാൻ പറഞ്ഞതുപോലെ ഒരു 2.5 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു സ്ഥലം ഈഞ്ചപ്പുരി എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് എത്താൻ പറ്റും. അവിടെ പണ്ടത്തെ വീടുകളുടെയൊക്കെ അവശിഷ്ടങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത് നമ്മുടെ സന്തോഷണ്ണൻ്റെ കുറുക്കിലുണ്ട് നെയ്മർ ജൂനിയർ 10. നമ്മുടെ നെയ്മറിന് ഇതിലും വലിയ പ്രൊമോഷൻ വേറെ ഇല്ല. നെയ്മർ സന്തോഷ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് കണ്ട ഒരു അടിപൊളി ഒരു കുഞ്ഞ് തോടാണ്. മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇവിടെ കൂടെയൊക്കെ നല്ല വെള്ളം ഇങ്ങനെ പോകും കേട്ടോ. ഇവിടെ കൂടെയൊക്കെ ഒലിച്ചിങ്ങനെ പോകും. അപ്പോൾ സന്തോഷ് ചേട്ടൻ അങ്ങ് മുമ്പിൽ നടന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മുമ്പ് വരുന്ന സമയത്ത് ഇവിടെയൊന്നും കൃഷികളൊക്കെ കുറവായിരുന്നു. ഇപ്പോൾ കണ്ട ഇട്ട മുളകുകളൊക്കെ മരത്തിൻ്റെയൊക്കെ മുകളിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വിളയാണ് കേട്ടോ. അണകാല് ഊരിലുള്ള നമ്മുടെ സഹോദരങ്ങളുടെ കൃഷി വിളകളാണ് ഈ കാണുന്നത് ഇതെല്ലാം. അങ്ങനെ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ആലൂരം കാവാണേ. അപ്പോൾ ആലൂരം കാവെന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, നമ്മൾ മേളിൽ നിന്ന് ഒരു പുൽമേടിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ട് വന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം കണ്ടാലറിയാം ഒരു നിത്യഹരിത വനമാണ്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെയുള്ള കാവുകളിൽ നമ്മൾ കൃഷിവിളയായിട്ടൊന്നും എടുക്കാറില്ല. ഈ തോടിന് സൈഡിലും ഇങ്ങനെയുള്ള ഇരുണ്ട കാടുകളുണ്ടല്ലോ, ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു കാട്, ഇങ്ങനെയുള്ള കാടുകളെ നമ്മൾ കൃഷിവിളകളാക്കി എടുക്കാറില്ല. അതിന് പകരം ഇത്തരം കാവുകൾ നമ്മുടെ വനദേവതമാരായിട്ടുള്ള ദൈവങ്ങളുടെയൊക്കെ ഓരോ ആരാധന സ്ഥലമായിട്ട് നമ്മൾ കണക്ക് കൂട്ടിയിട്ട് അങ്ങനെ ഇത്തരം കാവുകളിൽ നമ്മൾ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇവിടെയൊക്കെ കണ്ട, ഇവിടെ ആ കാടൊക്കെ മൊത്തം ആന, ഇവിടെയൊക്കെ ഒരുപാട് കാട് ഇങ്ങനെ ഇരുണ്ട കാടായിട്ടുണ്ടായിരുന്നതാണ്, ഈറയും ഒക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അതാ ആന. സന്തോഷമാണോ? ഇതെന്താണ്? ഇത് കണ്ട, ഇത് കാട്ടുപോത്ത് ഇന്നാണ് നോക്ക്. ഇത് ഇടിച്ചു മറിച്ചിട്ടുണ്ട്.
ഇത് ഇന്നത്തെ പണിയാ? ഇന്നത്തെ പണി. ഇങ്ങനെ നേരെ ഇരുന്ന സാധനമാണ് കണ്ട, ഇതിനെ ഇടിച്ചിങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ട മണ്ണ് വീണ് കിടക്കണത് കുറുക്ക് വരച്ചതായിരിക്കും. കുറുക്ക് വരച്ചത് എന്തോ ആണ്. ഇതൊക്കെ കാട്ടുപോത്താണ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ഊരിലേക്ക് കമ്പി വേലിയോ അല്ലെങ്കിൽ കിടങ്ങോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ഈ അണകാല് ഊരിലേക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ കാട്ടുപോത്തായാലും ആനയായാലും നേരെ വന്നു കഴിഞ്ഞാൽ എത്തുന്നത് അണകാല് ഊരിലാണ്. ഊരിൽ വന്നിട്ട് അവിടുത്തെ ഒരുപാട് കൃഷികളൊക്കെ ഇങ്ങനെ നശിപ്പിക്കുന്നു. ആണ് നമ്മുടെ ആലുവരൻകാവ് തോടെന്ന് പറയുന്നത്. ഇതൊരു ചെറിയൊരു തോടാണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഒരുപാട് കാടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതെല്ലാം ആന പിടിച്ച് ഇട്ട് ഈ ഇടയ്ക്കാണ് ആന വന്നെല്ലാം കുളമാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു തോട് ഇങ്ങനെ പോയി ഇതൊരു നെയ്യാറിൻ്റെ ഒരു പോഷക നദിയായിട്ടുള്ളൊരു കുഞ്ഞ് പുഴയെന്ന് വേണമെങ്കിൽ പറയാം. പുഴയല്ല, ഒരു കുഞ്ഞു തോട്, ഒരു ചെറിയൊരു തോടാണ് ആലുവരൻകാവ് തോടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിലെ മുമ്പിലേക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ഈ കാട്ടിലൊക്കെ പോകുന്നവരുടെയൊക്കെ ചെറിയ രീതിയിലുള്ള പൂജകൾ ചെയ്യും. അതായത് ഈ വനത്തിലെ ദേവതമാരെയൊക്കെ സങ്കല്പിച്ചുകൊണ്ട് കാട്ടിലൊക്കെ പോകുമ്പം ചെറിയ അവല്, പൊരി, പിന്നെ പഴം, തിരിയൊക്കെ കത്തിച്ച് ചെറിയ പൂജയൊക്കെ ചെയ്തിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പം പോയാലോ സന്തോഷമാണ്? ഓക്കെ. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം യാത്ര ചെയ്ത് വന്നു. അപ്പോൾ ഇവിടെ നിന്നൊരു വഴിയുണ്ട്. ഇത് അണകാല് ഊരിൽ നിന്ന് വരുന്ന വേറൊരു വഴിയാണ്. ഇതല്ലാതെ നെയ്യാറിലേക്ക് പോകാനായിട്ട് ആ കാടൂരി വേറൊരു വഴിയുണ്ട്. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അണകാലിൽ നിന്ന് തീർത്ഥക്കര പോകുന്ന ട്രക്ക് പാത്തിലൂടെയാണ്. അല്ലെണ്ണ ഇവിടുത്തെ ഒരു പേരുണ്ട് കേട്ടോ, ഈ ഒരു ഭാഗം. എന്താണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര്? ഇവിടുത്തെ നമ്മൾ ആലുവരൻകാവ് നെടുവമ്പണ എന്നാണ് ഇവിടുത്തെ പേര്. നെടുവമ്പണ. ഓക്കെ. ആലുവരൻകാവ് പണ്ട് ഇവിടെയുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ നെടുവനൊക്കെ ഈ ഏരിയ എന്നൊക്കെയാണ് എടുത്തുകൊണ്ടിരുന്നല്ലേ. ഇവിടെ നിന്ന് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് പുലയൻ തേനർത്തെ പേവിൻ്റെ അങ്ങോട്ടാണ്. ഈ സൈഡൊക്കെ നോക്കി ആന വന്ന് വളരെ എന്താണ് പറയണ്ടേ, കാട്ടിലെ പുല്ലൊക്കെ കുറച്ചേ ഉള്ളൂ. ഇപ്പം എന്നിരുന്നാലും മാക്സിമം അതൊക്കെ തിന്ന് തീർത്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരാഴ്ചകളായി ഇവിടെയൊക്കെ ആന വന്നിട്ട്. ഇതാണ്ട ആനപ്പിണ്ടം. അപ്പം ഇങ്ങനെ നെയ്മർ നടന്ന് പോവുകയാണ്. കണ്ട ഇതൊക്കെ ആന ചവിട്ടിയിട്ടിരിക്കുന്നതാണ്. ഇവിടെ എൻ്റെ പൊന്നെ ഈ വഴി നീള ഈ മാസം എനിക്ക് ഫുള്ളും ആനയായിരുന്നല്ലോ. എന്തിനാണ്ടോ ആനയ്ക്ക് ഈ കഴിഞ്ഞ മഴയത്ത് ആ ഒരു സീസണാണല്ലോ മൊത്തം. നല്ല കാട് മൊത്തം കണ്ട ചാഞ്ഞ് കിടക്കുന്നത് കണ്ടോ. ഇതൊക്കെ മണ്ണൊക്കെ തട്ടി തെറിപ്പിച്ച് ഫുള്ള് വഴി കൂടെ. ഒരു ദിവസം ഞാൻ മുമ്പേ വരെ വന്നു കേട്ടാ. മുമ്പേ വന്നപ്പോൾ അവിടെ അപ്പയായിട്ട് ആന അടിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ തിരിച്ച് ബാക്കിലോട്ട് പോയി. ഇവിടെയൊക്കെ പുല്ലുകാടൊക്കെ ഒരുപാട് ഇങ്ങനെ ഇപ്പം പണ്ടൊക്കെ നല്ല പുല്ലുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാടൊക്കെ നശിച്ചിങ്ങനെ സാധാ മരക്കാടുകളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലാണ് ഒരു പേഴ് നമ്മൾ യഥാർത്ഥത്തിൽ പേഴെന്നാണ് പറയുന്നത്. ഈ മരത്തിനെ നമ്മൾ പേവെന്നാണ് പറയുന്നത്. ഈ ഒരു മരത്തിനൊരു പേരുമുണ്ട്, അതിന് ചെറിയൊരു ഐതിഹ്യമുണ്ട്. അപ്പോൾ നമ്മുടെ സന്തോഷം പറയാം എന്നാ ഒന്ന് പറഞ്ഞു കൊടുത്താണ്. ഇതാണ് നമ്മുടെ പുലയൻ തേനർത്തെ പേഴാണിത്. ഇതിൻ്റെ കൂടുതൽ വാക്കുകൾ നമ്മുടെ പൊത്തോട് സൈത്ത് ബ്രോ പറയുന്നതായിരിക്കും. ഓക്കെ, ശരി. നമ്മളിപ്പം കണ്ട പുലയൻ തേനർത്തെ പേവ് എന്ന് പറയുന്ന ആ ഒരു മരത്തിന് ആ ഒരു പേര് വരാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ കേരളത്തിലൊക്കെ പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നു. അന്ന് ഓരോ ആൾക്കാരിങ്ങനെ നടന്നു പോകുമ്പോഴായാലും അവിടെ കൂടി നടക്കുമ്പോഴായാലും ടൗണിൽ വെച്ച് കാണുമ്പോഴായാലും എല്ലാവരും അദ്ദേഹത്തിൻ്റെ പേര്, ഇപ്പം നമ്മളിപ്പം പരസ്പരം പേര് വിളിക്കുന്നതിലേക്കപ്പുറം അന്ന് ഏറ്റവും കൂടുതലും ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചൊക്കെ ഇരുന്നൊരു കാലഘട്ടമായിരുന്നു. അന്ന് നമ്മളിപ്പം കാണി വിഭാഗക്കാർ കോട്ടൂരൊക്കെ പോവുകയാണെങ്കിൽ അതാ കാണികൾ പോകണു, അല്ലെങ്കിൽ വേറെ ജാതിയിൽപ്പെട്ട ആൾക്കാർ പോവുകയാണെങ്കിൽ അത് ഇന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ പോകുന്നു. അങ്ങനെ ജാതിപ്പേര് പറഞ്ഞ് വിളിക്കുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അന്നാണ് പുലയ സമുദായത്തിൽപ്പെട്ട ആ ഒരു കാലഘട്ടത്തിൽ, അതായത് ഒരു 50-60 വർഷങ്ങൾക്ക് മുമ്പ് പുലയ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ഇവിടെ ഈ ഒരു വനത്തിൽ ഈറ്റ വെട്ടാൻ വരികയും അങ്ങനെ അവർ വന്ന സമയത്ത് ഈ ഒരു നമ്മളിപ്പോൾ കണ്ട ഒരു പേഴെന്ന് പറയുന്ന മരത്തിൽ കയറിയിട്ട് തേനെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു മരത്തിനെ പുലയൻ തേനർത്തെ പേവെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാമല്ലോ ഇത്തരം ജാതി വ്യവസ്ഥകളും അത്തരം കാര്യങ്ങളും ഇപ്പോൾ അങ്ങനെ ഇത്തരത്തിൽ പേര് വിളിക്കുന്നതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ അങ്ങനെ ആരെയും മോശപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. ആ ഒരു മരത്തിൻ്റെ പേര് അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പം നമ്മുടെ അതിർത്തിയിലൊക്കെ വരുന്നൊരു മരമാണ്. അപ്പം അതിന് ഇന്നും ആ ഒരു പേര് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആരും വേറൊന്നും വിചാരിക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ യാത്ര തുടങ്ങാം. അങ്ങനെ ഞാനിതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബാക്കിൽ സന്തോഷണ്ണനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നടക്കുന്ന ഈ ഒരു വഴി ഏകദേശം ഒരു 7-8 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ, ഒരു 7 കിലോമീറ്ററോളം നമ്മൾ ഇതിലേ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഗസ്ത്യർകൂടത്തിൻ്റെ ബേസ് ക്യാമ്പായിട്ടുള്ള അതിരിമല ബേസ് ക്യാമ്പിൽ നമുക്ക് എത്തിപ്പെടാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ നടക്കുന്ന ഈ ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് മുമ്പിൽ ചെന്നിട്ട് 2 വഴികൾ തിരിയും. അതിൽ ഒരു വഴിയിൽ കൂടെയാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തൂടെ നമ്മൾ പണ്ട് അഗസ്ത്യർകൂടത്തൊക്കെ പോകുന്നൊരു വഴിയുണ്ട്. ആ ഒരു വഴി ഭാഗത്താണ് കേട്ടോ നമ്മുടെ ഈഞ്ചപ്പുരി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് നേരെ എന്തായാലും ഇനിയുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു 300 മീറ്റർ മാത്രമേ ഉള്ളൂ ഇനിയുള്ള യാത്ര. നമുക്ക് നേരെ ഈഞ്ചപ്പുരിയിലേക്ക് തന്നെ യാത്ര ചെയ്യാം. ഇതിലെ ഒരു ട്രക്ക് പാത്തുണ്ട്, അതിപ്പോൾ കാണാൻ പറ്റുന്നില്ല. അത് ഒരു ചെറിയൊരു ട്രക്ക് പാത്താണ്, അതിന് ഉടനെ വെട്ടുമായിരിക്കും അല്ലേ? ഇതിലേ പൊക്കഴിഞ്ഞാൽ ഒരു 2 കിലോമീറ്റർ പൊക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നെയ്യാറ് പിന്നെ തീർത്ഥക്കരയായി. നമുക്ക് പോകേണ്ടത് ദാണ്ട ഇവിടെ നിന്നൊരു നടവഴിയുണ്ട്. ഈ ഒരു നടവഴി കൂടെയാണ് നടക്കേണ്ടത്. ഇതിലേ നമ്മൾ നടന്ന് പോകുമ്പോഴാണ് നമ്മൾ പോകുന്ന ഈഞ്ചപ്പുരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്തൊരു തോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തോട് കയറി നമുക്ക് അക്കരയ്ക്ക് യാത്ര ചെയ്യണം. അക്കരയ്ക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഈ ആൾതാമസം ഉണ്ടായിരുന്നൊരു ഏരിയ ഉണ്ടല്ലോ, നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റും കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ, ഇത് ആനപ്പിണ്ട വിട്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ തീ കൂട്ടിയിട്ട് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവിടെ ആന പിണ്ട വിട്ടത്. അപ്പോൾ സന്തോഷം ഇരിക്കുന്നതിൻ്റെ ഇവിടെയും ആന പിണ്ട വിട്ടിരിക്കുകയാണ്. അന്നാ അപ്പോൾ ഈ ഒരു തോടുകളുടെ പേര് ഇവിടെ നിന്ന് 2 തോടുകൾ വരുന്നുണ്ടല്ലോ. ഇതിലേ ഒരു തോടുണ്ട്, അപ്പോൾ ഇതിലേ ഒരു തോടുണ്ട്. അപ്പോൾ ഈ 2 തോടുകളെ കുറിച്ച് അതിൻ്റെ പേരൊക്കെ ഒന്ന് പറയാമോ? ഓക്കെ, പറയാം. ഞാൻ ഇത് ഇത്ര ദൂരം നടന്നു വന്ന് ഇത്തിരി ക്ഷീണിതനായി, അതുകൊണ്ട് അല്പം ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇരിക്കാൻ വന്നപ്പോൾ ആനപ്പിണ്ട കിടക്കുന്നിടത്ത് കുഴപ്പമില്ല. അത് ഇത് നമ്മുടെ തോണിവിളത്തോടാണിത്. ഇത് തോണിവിളത്തോട്. ഓക്കെ, തോണിവിളത്തോട്. അത് നമ്മുടെ ഈഞ്ചപ്പുരി തോട് എന്ന് പറയുന്നത് അതാണ് ഈഞ്ചപ്പുരി തോട്. അതായത് നമ്മളെ ഈ ആൾതാമസമുള്ള സെറ്റിൽമെന്റിന്റെ അടുത്ത് ഈ സെറ്റിൽമെന്റിനകത്തോട് പറഞ്ഞ തോടാണ് ഈഞ്ചപ്പുരി തോട്. അതായത് ഈ ഈഞ്ചപ്പുരി തോടും തോണിവിളത്തോട് ഇത് രണ്ടും കൂടെ വന്ന് മുട്ടുന്ന സ്ഥലമാണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ നിന്ന് താഴോട്ട് പിന്നെ ഈ തോടിന് അറിയപ്പെടുന്ന തോണിവിളത്തോടെന്നാണ്. ഇത് നേരെ പോയിട്ട് നമ്മുടെ നെയ്യാറിൽ ചെന്ന് പതിക്കും കേട്ടോ ഈ ഒരു തോട്. അപ്പം നെയ്യാറിൻ്റെ തീർത്ഥക്കര അത് തന്നെ. നെയ്യാറിൻ്റെ പോഷക നദികളായിട്ടുള്ള കുഞ്ഞു നദികളാണ് കേട്ടോ നമ്മളിപ്പം നിൽക്കുന്ന ഈ ഒരു സ്ഥലവും ഈ ഒരു നദിയൊക്കെ എന്ന് പറയുന്നത്. നമ്മളങ്ങനെ തോണിവിളത്തോട് കയറിയിട്ടുണ്ട്. തോണിവിളത്തോട് കയറി ഇനി കുറച്ച് മുമ്പിൽ ചെല്ലുമ്പോഴാണ് ഈ അണകാൽ ഊരിലൊക്കെ ഉള്ളവരും പിന്നെ നമ്മുടെയൊക്കെ ഊരിലുള്ള നമ്മുടെയൊക്കെ അമ്മുമ്മ അങ്ങനെ ഒരുപാട് പേര് ഇവിടെയൊക്കെ കിടന്നിട്ടുണ്ട്. ഇപ്പം പലരും പല നമ്മളെ ഈ 27 ഊരുകളാണ് ഇപ്പം നിലവിലുള്ളത്. ഇതിൽ ഓരോരോ ഊരുകളിലും ബന്ധുക്കളും അങ്ങനെ ഓരോരോ ആൾക്കാരൊക്കെ ഇപ്പോഴും പല ഊരുകളിലൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയതിന് ശേഷം ഇനി അവിടുത്തെ കുറച്ച് വീടുകളുടെ തിട്ടകൾ, അതായത് പെരത്തിട്ടകൾ, പിന്നെ അവിടെ പണ്ടൊരു അമ്മിക്കല്ല കിടന്നിരുന്നു, പിന്നെ അവർ കൃഷി ചെയ്തതിൻ്റെ അംശങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാൻ സാധ്യതയുണ്ട്. നമുക്കതൊക്കെ എന്തായാലും പോയിട്ട് കാണാം. ഈഞ്ചാപ്പുരി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ തുടക്കമായിട്ടുണ്ട്. ഇതിലേ വരുന്നതാണ് ഈഞ്ചപ്പുരി തോട് കേട്ടോ. അവിടെ ആ ഭാഗത്തൂടെ വരുന്നതാണ്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ വലത്തെ സൈഡിൽ കൂടി കണ്ട തോട് ഈഞ്ചപ്പുരി തോട്. അപ്പോൾ ഇതിലേ കൂടെയൊക്കെ ആൾക്കാരിങ്ങനെ കാട്ടിലൊക്കെ പോകും കേട്ടോ, ഓരോരോ കാട്ടുവിഭവങ്ങളൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വഴി തെളിഞ്ഞിരിക്കുന്നത്. ഇവിടെ തൊട്ട് ഫ്രണ്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പണ്ടത്തെ ഓരോരോ കൃഷികളുടെയൊക്കെ അംശങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അവർ കൃഷി ചെയ്തിരുന്ന മാവുകൾ, അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരണം പോയതിന് ശേഷം. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു ആൾക്കാരൊക്കെ കാട്ടിലൊക്കെ പോകുന്ന വഴി. ഇവിടെ ആളില്ല. നമ്മുടെ അണകാൽ സെറ്റിൽമെൻറ്റിൽ നമ്മുടെ ഊരിലൊക്കെ ഉള്ള ഒരു കാട്ടിലൊക്കെ പോയി നടക്കുന്ന വഴിയാണ് ഓരോ വിഭവങ്ങളൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പണ്ട് ഈഞ്ചപ്പുരി എന്ന് പറയുന്ന സെറ്റിൽമെൻറ്റിൽ താമസിച്ചതിൻ്റെ ഒരു അവശിഷ്ടം എന്നൊക്കെ പറയണമെങ്കിൽ നമുക്ക് ഈ ഒരു അതൊക്കെ നല്ല രീതിക്കാണെങ്കിൽ ഇവിടുത്തെ പുല്ലുകാട് വേവണം. പുല്ലുകാട് തള്ളിക്കയറുകയാണ്. പിന്നെ ചൊറിഞ്ഞെന്ന് പരുവാകുന്നു വീടിൻ്റെ അല്ലേ. അതല്ലേ മാവ്. രണ്ട് പാണ്ഡ്യാവുണ്ട്. ഇങ്ങനെ ഈഞ്ചപ്പുരിയിൽ എത്തിയിട്ടുണ്ടേ. അപ്പം നമുക്ക് ഈഞ്ചപ്പുരിയിൽ എത്തിയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് പണ്ട് ഇവിടെ ആൾതാമസം ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർ കിടന്ന സമയത്ത് അവർ നട്ടിരുന്ന കുറച്ചധികം മാവുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ്ട കല്ലുകളൊക്കെ കിടക്കുന്നത് കണ്ട. ഇതാണ്ട അവിടെയൊക്കെ നിൽക്കുന്നത് നമ്മുടെ മാവാണ്, സാധാ മാവുകൾ. ഇതാണ്ട ഈ നിൽക്കുന്നുണ്ട, ഇതും നമ്മുടെ ഈ പാണ്ടി മാവാണ്. അന്നൊക്കെ ഇവർ നട്ടതാണ്. പക്ഷെ അതൊന്നും ഇത്രയും കാലമായിട്ടും ഇതാണ്ട ഈ മാവുകളൊക്കെ കണ്ടോ നിൽക്കുന്നുണ്ട്. ഇതൊന്നും ഇത്രയും കാലമായിട്ടും ആനയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ 1, 2, 3 കുറേ ഉണ്ട്, 4, 5, 6, 7ഓളം മാവുകളുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്കിനി നേരെ മുകളിലേക്ക് പോയിട്ട് ബാക്കി നമ്മളെ വീടുകൾ, ഇവിടെ ഉണ്ടായിരുന്ന വീടുകളുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ അവശിഷ്ടങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ കാണിക്കും. അത്തോളം വലിപ്പമുണ്ട് കേട്ടോ ഓരോരോ മാവുകളൊക്കെ ഇവിടെ നിൽക്കുന്നത്. കണ്ടോ, സാധാ പാണ്ടി മാവാണ്, കോട്ടുകോണമല്ല, സാധാ പാണ്ടി മാവ്. ഇവിടെ ഒന്നുണ്ട്, ഇത് അവിടെ ഒന്നുണ്ട്, പിന്നെ അതിൻ്റെ അപ്പുറത്തുണ്ട്, പിന്നെ അതിൻ്റെ ബാക്കിലുണ്ട് ഒരെണ്ണം. അങ്ങനെ പിന്നെ അതിൻ്റെ തൈകൾ
പിന്നെ ഈ മാവ് നിൽക്കുന്നതിൻ്റെ ഈ ഭാഗത്തൊക്കെ കണ്ടാലറിയാം കുറച്ച് ഇങ്ങനെ കാടുകളാണ്, പുൽക്കാടുകളൊന്നുമില്ല. ഇങ്ങനെ ഇവിടെ ഈ മാങ്ങയുടെ സീസണൊക്കെ ആകുമ്പോൾ ഇവിടെ ഇഷ്ടം പോലെ മാങ്ങയൊക്കെ കാണും കേട്ടോ ഈ ഒരു മാവിലൊക്കെ. ഇപ്പം മഴയായതുകൊണ്ട് ആ ഭാഗത്തൊരു തോടുണ്ട്, അവിടെയൊക്കെ അത്യാവശ്യം വെള്ളമുണ്ട്. പിന്നെ പറയത്തൊക്കെ ഇന്ന് വേറെ മൃഗങ്ങളുടെ ഒന്നും ഒരു ശല്യമില്ല. ആനയൊക്കെ എപ്പോഴും വരുന്നൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. നമുക്കിനി നേരെ മുകളിൽ പോയിട്ട് അവിടെ കുറേ വീടുകളുടെയൊക്കെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വീടിൻ്റെ തിട്ടയും കാര്യങ്ങളൊക്കെ. നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ട് പോകാം. അങ്ങനെ താഴെ മാവൊക്കെ നിന്ന ഭാഗത്ത് നിന്ന് നമ്മളിതാ കുറച്ച് മുന്നിലേക്ക് യാത്ര ചെയ്ത് വരികയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തൊട്ട് മുകളിലാണ് ഒരുപാട് കുടുംബങ്ങളിങ്ങനെ കിടന്നിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളങ്ങനെ കയറുകയാണ്. നമുക്കിതാ ഈ വീടുകളൊക്കെ ഇരുന്ന് ആ ഭാഗത്തേക്ക് വന്നപ്പോൾ ഒരു അവശിഷ്ടം കിട്ടിയിട്ടുണ്ട്. അണ്ണാ ഇതെന്താണ്? ഇത് പണ്ടവർ പിച്ചാത്തി, ഇത് വെട്ടുകത്തിയൊക്കെ ഇതിൽ വെച്ച് ഇങ്ങനെ തേച്ച്, നമ്മൾ തേക്കണം എന്ന് പറയും, തേച്ച് കത്തി മൂർച്ച കൂട്ടുന്നത്. പിച്ചാത്തിയും വെട്ടുകത്തിയൊക്കെ കാട്ടി കൊണ്ട് പോകുന്ന വെട്ടുകത്തിയായാലും നമ്മളിത് ഈ കല്ലിൽ വെച്ച് തേച്ച് മൂർച്ച കൂട്ടിയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് അന്ന് ഇവിടെ താമസിച്ചിരുന്നവർ ഉപയോഗിച്ചതാണ് കേട്ടോ. കണ്ട ഇത്രയും കാട്ടിനുള്ളിൽ ഈ ഒരു കല്ല് കിട്ടണമെങ്കിൽ ഇത് അപ്പുറത്തെ തോട്ടിൽ, അതായത് ആറ്റിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഇത്രയും മൊഴിമൊഴുക്കുള്ള കല്ല് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ വെച്ചിട്ട് നമ്മൾ തേക്കുകയാണെങ്കിൽ, പിച്ചാത്തി വെട്ടുകത്തിയൊക്കെ തേക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് മൂർച്ച കിട്ടും. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മൂർച്ച കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇത്തരം ആറ്റിൽ കിടക്കുന്ന കല്ലുകളാണ്. പിന്നെ പരക്കല്ലടിച്ചും നമ്മൾ തേക്കാറുണ്ട്. ഓക്കെ, അതെന്തായാലും ഈ കാട്ടിൽ തന്നെ കിടന്നോട്ട്. അന്നൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യരൊക്കെ ഇപ്പം മരിച്ചു നോക്കുകയാണ്, അല്ലാണ്ട് ഭൂരിഭാഗം ആൾക്കാർ കുറച്ച് പേരൊക്കെ ഉള്ളൂ. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഓർമ്മയാണ്. എന്തായാലും അവിടെ കിടക്കട്ടെ. അങ്ങോട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ വീടുകളുണ്ടായിരുന്നല്ലേ? കല്ലുകൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു അവർ വീട്ടിനകത്ത് അടുപ്പുകൾ അങ്ങനെയൊക്കെ ആയിട്ട് കൂട്ടി വെച്ചിട്ടുള്ള കല്ലുകളായിരിക്കും. ഇവിടെ കുറേ കല്ലുകളൊക്കെ കിടപ്പുണ്ട്. എവിടെ? ഓഹോ ഹോ, ശരി തന്നെ കേട്ടോ. അതാണ്ട ഒരു കല്ലിളകി പോയി. ഇതാ ഇവിടെ ഒരു കല്ലിരിപ്പുണ്ട്, ഇതാ 2 കല്ലിരിപ്പുണ്ട്. ഒരു കല്ലിളകി പോയി. അടുപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അതുപോലത്തെ ശരിയാണ്. വേണ്ട കല്ലുകളുണ്ട്. ഇത് വെട്ട് കത്തി അതാടക്കുന്നത് നമ്മുടെ കത്തിക്കല്ലാണ്. ഇതാണ് തേക്കാൻ വേണ്ടി ഉപയോഗിച്ച കല്ലുകൾ. ഞാൻ മുമ്പ് ഇവിടെ വന്നപ്പോൾ ഒരു അമ്മിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടാണ്. നല്ല വെയിറ്റ് ഉണ്ട്. ഇത് അമ്മിക്കല്ലാണ് കണ്ടാണ്. ശരിക്കും അമ്മിക്കല്ലാണ്. അമ്മിക്കല്ലാണ്. ഇതുകൊണ്ടാ ഈ സൈഡാണ് ഇങ്ങനെ തിരിഞ്ഞ് കിടക്കുകയായിരുന്നു, മറു സൈഡ് കിടക്കുകയായിരുന്നു. കണ്ട ഈ സൈഡാണ് അവർ ഇത് അരച്ചുകൊണ്ടിരുന്ന സൈഡ്. ഇതാണ് ശരിക്കും അറിയാൻ പറ്റുമല്ലോ. പിന്നെ ഇതാ ഇവിടെ കൂടെ താഴെ കൂടെയാണ് ഇവരുടെ വീടിൻ്റെ തിട്ട. കണ്ട ഇത് കണ്ട കല്ലെടുക്കണ്ട, ഇതിൽ ബേസ്മെൻ്റ് ആണത്. ഇനി എങ്ങോട്ടുണ്ട് ഇത്? ഇങ്ങോട്ടല്ലോ ഈ സൈഡ്. ഓഹോ, ദാണ്ടായിരിക്കണം കല്ല് കെട്ടാണ് ഉണ്ടായത്. ഈ തീവൻ്റെ സമയത്താണെങ്കിൽ സൂപ്പറായി കാണാൻ ദാണ്ട ഇതിലേക്ക് കല്ല് കിട്ടാണ് കേട്ടോ. ദാണ്ട കിടക്കുന്നത് കുഴവി കല്ലിൻ്റെ. ഓ തള്ളായി കിടില്ല. ബെയ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് അന്നത്തെ അമ്മമാര് അരച്ചോണ്ടിരുന്നതാണ്. ഇത് കണ്ട നല്ല ബെയ്റ്റ് ആണ്. നമ്മുടെ കുഴവി കല്ലാണ്, അമ്മിക്കല്ലിൻ്റെ പുറത്തിട്ട് അരയ്ക്കുന്ന കുഴവി കല്ലാണ്. അത് പൊട്ടിപ്പോയി കേട്ടോ, പൊട്ടിപ്പോയി. കുഴവിയാണ്. കുഴവിയായ മാത്രമേ ഇത് അരച്ചരച്ച് ഇതാണ്ട് ഇത്ര ഉരുണ്ട് വരുള്ളൂ. ഇത് കണ്ട കുഴവിയാണത്. നല്ല സാധനം. അങ്ങനെ നമ്മളിതാ കുറച്ച് ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ നിരന്നൊരു പ്ലേസാണ്. ഇത് ഈ പുല്ലിങ്ങനെ വെന്ത് പോയെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ എന്നാലും നമുക്ക് അത്യാവശ്യം കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഇതാ വേറൊരു കുഴവി കിടക്കുന്നെണ്ണ. ഇതാണ്ട് കിടക്കുന്നത്. ഇതാണ്ട ഇത് കണ്ട, ഇതൊക്കെ കുഴവിക്കല്ലുകളാണ്. അന്ന് ഈ അരയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് കേട്ടോ. അതാണ്ട ഈ കിടക്കുന്നുണ്ട. അങ്ങനെ ഈ ഭാഗത്ത് വീടിൻ്റെ അവശിഷ്ടങ്ങളെന്ന് പറയുമ്പോൾ ഇതൊക്കെയുണ്ട്. ഈ കുഴവി, അമ്മി, പിന്നെ വീടിൻ്റെ തിട്ടകൾ. ഇത് ഈ പുല്ലുകാട് വെന്തിരുന്നെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു. മുമ്പ് വന്നപ്പോൾ ഇവിടെ ഒരു അമ്മിക്കല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ആരോ എടുത്തുകൊണ്ട് പോയി. ഇതാണ്ട എന്തായാലും ഇവിടെ തന്നെ അത് കിടക്കട്ടെ ഈ കാട്ടിൽ. ഇപ്പം സന്തോഷമാണ് നിൽക്കുന്ന ഭാഗത്തുനിന്ന് ഇതാണ്ട ഇവിടെ കണ്ട, ഇവിടെ ഇങ്ങനെ ഇതൊക്കെ വീടിൻ്റെ താഴെ മണ്ണ് പോകാതെ ഇരിക്കാൻ വേണ്ടി, ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടി കെട്ടിയ കെട്ടുകളാണ്. അത് ഇങ്ങനെ പോകുന്നുണ്ട്. അത് ഇവിടെ ഈ പുല്ലിനകത്തെല്ലാം കല്ലാണ്. ഇങ്ങനെ അങ്ങ് വരെ പോകുന്നുണ്ട്. ഇതാ ഇവിടെ ഇത്രയും നിരപ്പാണ് സന്തോഷം നോക്കുന്ന ഈ ഭാഗത്ത്. അന്നവർ കൊട്ടാനൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്ട ആട്ടുകല്ലിൻ്റെ മുറിയുണ്ട. ആട്ടല്ലേ, കുഴവിക്കല്ലിൻ്റെ മുറിയാണത് കണ്ട. പക്ഷെ കുഴവിക്കല്ലിൻ്റെ മുറിയാണ് ഒരുപാട് ഇങ്ങനെ കിടപ്പുണ്ടേ. അതങ്ങനെ അങ്ങോട്ടുണ്ടോ? നമുക്ക് എന്തായാലും ഇപ്പോൾ എവിടെ അടുപ്പാ? അതാ ഇവിടെ ഒരു അടുപ്പ് കല്ലാണ് ഇതായിരിക്കുന്നുണ്ട്. 3 കല്ല്. ഇതൊരെണ്ണം, ഇതാ കിടക്കുന്ന ഒരെണ്ണം, ആ സൈഡിൽ ഒരെണ്ണം. അങ്ങനെ 3 കല്ലുണ്ട്.
ഇതെല്ലാം അതിൻ്റെ കെട്ടുകളാണ്. നല്ല ഇവിടെയൊക്കെ നല്ല നിരപ്പാണ് കേട്ടോ, ഇടിച്ച് നിരപ്പാക്കിയതാണ്. അതെല്ലാം പുല്ല് പിടിച്ച് കിടക്കുകയാണ്. അപ്പം എന്തായാലും നമുക്കിനി അപ്പുറത്തെ സൈഡിലോട്ട് പോയാലോ. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ? വേറെ അങ്ങോട്ട് കാണും, നമുക്ക് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. നോക്കി നോക്കാം. ഇത് മുറ്റമല്ല, വീടിൻ്റെ തിട്ടയാണ്. തിട്ടയും മുറ്റമാണ്. ഇതാണ്ട് ഈ സൈഡിൽ കുറേ കല്ലിങ്ങനെ അടുക്കി ഇട്ടിട്ടുണ്ട്. ഈ ഭാഗം ഇങ്ങനെ ഇത് കണ്ട, ഇങ്ങനെ ബോർഡറാണ്. ഇവിടെ കൂടെ കല്ല് കണ്ട അടുക്കി വെച്ചിരിക്കുന്നുണ്ട്. കണ്ട, കല്ല് അടുക്കി വെച്ചിരിക്കുന്നുണ്ട്. ഇങ്ങനെ കണ്ടാലറിയാം. കണ്ട, ഇത് കല്ല് കണ്ട, ഇത് കെട്ടാണ്, കല്ല് കെട്ടാണ്. ഇങ്ങനെ പോയിട്ടുണ്ട്. അന്ന് താമസിച്ചവർ നല്ല അടുക്കി സെറ്റപ്പാക്കി ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി എണ്ണ ആ സൈഡിലോട്ട് പോവാം. ആ സൈഡിലോട്ട് പോയി അന്ന് ഇവിടെ താമസിച്ചവരെ നോക്ക്, അന്ന് അവർ വെള്ളം എടുത്തതോ അപ്പുറത്ത് അവിടെ ഉണ്ട് ഒരു പ്ലേസ്, അല്ലാതെ അങ്ങ് അപ്പുറ സൈഡിൽ കിടന്നവർ അങ്ങുണ്ട് ഒരു പ്ലേസ്. കുളമുണ്ടോ ഇവിടെ? ചെറിയൊരു വെള്ളത്തിന്റെ ഇത് ഈ ചതപ്പുണ്ടല്ലോ, അതുപോലത്തെ പ്ലേസ് ഉണ്ടോ? ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് നിരപ്പാണ്. അതായത് പണ്ടത്തെ ഈ കൂട്ടുകുടുംബം പോലത്തുള്ള സെറ്റപ്പായിരുന്നു ഇവിടെ. ഒരു വീട് അടുത്ത വീട് അങ്ങനെ അടുപ്പിച്ചോളം വീടുകൾ. അങ്ങനെ സന്തോഷമാണ്. ഞാൻ ഈ ഭാഗത്തെ കുറച്ച് വീടുകളുടെയൊക്കെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് അപ്പുറത്തേക്ക് പൊക്കഴിഞ്ഞാൽ അവിടെ ഇതുപോലുള്ള കുറച്ചധികം കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. അമ്മയുടെ എന്തെങ്കിലുമൊക്കെ ഈ അരകല്ലിൻ്റെയൊക്കെ ഭാഗങ്ങളോ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാമായിരുന്നു. നമ്മളിപ്പോൾ അടിപൊളിയൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. അതോടൊപ്പം വീടിൻ്റെ തിട്ടകൾ, അന്നത്തെ വീടിൻ്റെ വേണ്ട ഇത് കല്ലെടുക്കാണ്. വേണ്ട ഇതുണ്ട്, ഇത് കല്ലെടുക്കാണ്. അതിങ്ങനെയുണ്ട്. പുല്ല് മാറ്റിക്കാനൊന്ന കണ്ട, ഇവിടെ കല്ല്. പിന്നെ അത് ഇവിടെ കല്ലെടുക്കുന്നുണ്ട്. ഇത് പുല്ലുകാടായതുകൊണ്ട് ഇപ്പം നമുക്ക് അധികം കാണാൻ പറ്റില്ല. ഇങ്ങനെ കല്ല് കെട്ടി ഇവിടെ നിന്ന് ഇങ്ങനെയുണ്ട്. കറണ്ട് മാറ്റി കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ഇങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ ഇതാ ഇവിടെയൊക്കെ ഒരു കല്ലിരിപ്പുണ്ട്. ഇതാ ഇത് കണ്ട, ഇവിടെയൊക്കെ കല്ലിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. അങ്ങനെ ഈ ഭാഗം ഇങ്ങനെ ഇത് തിട്ടയാണ്. അത് കഴിഞ്ഞ് താഴോട്ട് ഒരു ചെറിയൊരു വക്ക് പോലത്തെ സ്ഥലമാണ്. ഇത് ആണ് നമ്മുടെ ഇവിടുത്തെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ കിടന്നിട്ടുള്ള, പണ്ട് കിടന്നിട്ടുണ്ട്. അതായത് ഒരു 50 വർഷത്തിന് മുന്നിൽ ഈഞ്ചാപ്പുരി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ കിടന്നിട്ടുള്ള ഇത് വീട്ടിൻ്റെ അവശിഷ്ടങ്ങളാണിത്. ഇത് ഇവിടെ നിൽക്കുന്ന ഒരു പുളിച്ചിമാവാണ് അമ്മ ഇത്? പുളിച്ചിമാവാണ്. ഓക്കെ, ഇതാണ്ട് ഇത് കണ്ട, ഇതൊരു പുളിച്ചിമാവാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തൊക്കെ കിടന്നവർ വെള്ളത്തിനൊക്കെ ഈ ഭാഗത്തുള്ളവർ ഇപ്പുറത്തെ ഭാഗത്ത് ഇങ്ങനെയൊക്കെയാണ് വെള്ളം എടുത്തിരുന്നതെന്ന് പറയുന്നത്. ഇത് അങ്ങ് കണ്ട, അടിപൊളി ഒരു മലനിര കാണുന്നുണ്ട്, കൊന്നവര ആ ഭാഗമാണ് കാണുന്നത്. അപ്പം നമ്മൾ മാക്സിമം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ വീടിൻ്റെ തിട്ടകളാണ്. നമ്മൾ അങ്ങോട്ടൊക്കെ പോയപ്പോൾ പണ്ടത്തെ ഈ അമ്മിക്കല്ലിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. മുമ്പ് നമ്മളിവിടെ കൂടെ നമ്മൾ മേളിലോട്ട് പോകുമ്പോഴേ നമുക്കൊരു അമ്മിക്കല്ല് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എന്ത് ചെയ്ത് എന്തോ ആരോ എടുത്തോണ്ട് പോയത്. അത്രക്ക് നല്ലൊരു അമ്മയായിരുന്നു അത്. ഞാൻ കണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് നല്ല മുഴുക്കനെ കിടന്നില്ല. അതുകൊണ്ട് ആൾക്കാർ ആരും എടുത്തോണ്ട് പോയത് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ആരോ എടുത്തോണ്ട് പോയി. അവർ വീട്ടിൽ അരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോയി. അത് ഇവിടെ കിടന്നതാണ് കേട്ടോ. അന്നത്തെ വീടിന്റെ നല്ല നിലം തല്ലി വെച്ച് അടിച്ച് ഇങ്ങനെ ഒതുക്കി വെച്ച പ്ലേസ് ഉണ്ട്. അത് ഇപ്പോഴും ഉണ്ട്, അറിയാൻ പറ്റും. നല്ല വീഡിയോയിലൂടെ അധികം അറിയാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഈഞ്ചപ്പുരി നടുക്കത്തെ പെരത്തറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ താമസിച്ചിരുന്ന വീടിൻ്റെ ആ ഒരു തിട്ടയൊക്കെ കാണുമല്ലോ. അതായത് വീടൊക്കെ ഒഴിഞ്ഞു പോയിട്ട് ആ ഒരു വീടിൻ്റെ തിട്ടയും അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉള്ള സ്ഥലം. അപ്പോൾ അതിനെയാണ് നമ്മുടെ നാട്ടിൽ പെരത്തറ എന്നൊക്കെ പറയുന്നത്. അതായത് വീട് ഇരുന്നൊരു സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ, പെരത്തറ. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് നടുക്കേ പെരത്തറ, അതായത് ഈഞ്ചപ്പുരിയിൽ നടുക്കിൽ കുറച്ച് ആൾക്കാർ കിടന്നൊരു പെരത്തറയിലാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സന്തോഷണ്ണൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. അണ്ണാ, ഇവിടെ എത്ര സ്ഥലത്ത് ആൾക്കാർ താമസിച്ചിട്ടുണ്ടായിരുന്നു? ഇവിടെ താമസിച്ചത് 3 സ്ഥലത്ത് ആൾക്കാർ താമസിച്ചിട്ടുണ്ട്. ഒന്ന് ഇതല്ല, അടുത്തടുത്തുള്ള ഇത് തന്നെ, കുറച്ച് മാത്രമേ മുകളിലുള്ള മാത്രമേ കുറച്ച് ദൂരമുള്ളൂ. താഴെ ഇവിടെ ഇത് അടുത്തടുത്താണ്. അത് നമ്മൾ ആദ്യം കണ്ടത് താഴെ പെരത്തറയും ഇത് നടുക്കത്തെ പെരത്തറയാണ്. ഇനി മേളിൽ ഉണ്ട്, അത് കൊരവുമൂട്ടി പെരത്തറ എന്നാണ് അവിടുത്തെ പറയുന്നത്. കൊരവുമൂട്ടി പെരത്തറ, നടുക്കത്തെ പെരത്തറ, താഴെ പെരത്തറ, ഈഞ്ചാപ്പുരി. ഓക്കെ, ഈഞ്ചപ്പുരി 3 പ്ലേസുകളാണ് ഉള്ളത് കേട്ടോ. അപ്പം സന്തോഷണ്ണം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കാണ് 3 പെരത്തറകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു താഴെയാണ്
കുറച്ച് വീടുകൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ നടുക്കത്തെ പെരത്തറ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വീടുള്ളതായിട്ട് നമുക്ക് തോന്നുന്നത്. കാരണം ഇവിടെ നിന്ന് അങ്ങ് അത്രയും ദൂരം ആ ഭാഗത്തുനിന്ന് നമ്മളിപ്പം ഈ ഒരു മാവൊക്കെ കാണിച്ച് ആ ഭാഗം വരെ ഒരുപാടധികം ആൾക്കാരിങ്ങനെ താമസിച്ചിരുന്നു. ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ്, ഇവിടെ മുതൽ ഇത് അങ്ങ് വരെയാണ് മെയിനായിട്ട് ആൾ താമസം ഉണ്ടായിരുന്നതും നമ്മൾ അമ്മിയും കുഴവിയൊക്കെ എടുത്തത് ഇവിടെ നിന്നാണ്. ഇത് അവിടെയാണ് നമ്മൾ കണ്ടൊരു മാവ് നിൽക്കുന്നത്. അപ്പം നമ്മൾ വന്ന വഴിയെന്ന് പറയുന്നത് ഇതാണ്. അണകാലിയിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററുള്ള യാത്രയുണ്ട് നമുക്ക് ഈ ഒരു ഈഞ്ചപ്പുരി പുരത്തറ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട്. അപ്പം ഈഞ്ചപ്പുരിയിൽ 3 പെരത്തറകളുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ വീടുകളുണ്ടായിരുന്നത് ഈ നടുക്കത്തെ പെരത്തറയിലാണ്, നമുക്ക് കാണാൻ പറയാം. എന്നാൽ ഇപ്പോഴ് നിലവിൽ ഈ ഈഞ്ചപ്പുരിയിലൊക്കെ താമസിച്ചിരുന്ന ആൾക്കാർ എവിടെയായിരിക്കും ഇപ്പം താമസിച്ചിട്ടുണ്ടോ? ഇപ്പം നിലവിൽ ഇവിടെ താമസിച്ച ആരെങ്കിലും ഒക്കെ ഇപ്പോൾ ഉണ്ടോ? ആരുണ്ട്? 1-2 പേരുണ്ട്. അതായത് നമ്മുടെ ഈ വീട് ചെയ്യുന്ന പത്തോട് സൈത്തിന്റെ അമ്മച്ചി, അവരൊക്കെ എവിടെയാണ് താമസിച്ചിരുന്നത്? അമ്മച്ചി, പിന്നെ അല്ലാതെ നമ്മുടെ അവിടെയുള്ള ഗോകുലിന്റെ അമ്മ, ലക്ഷ്മി എന്നാണ് എന്റെ പേര്, അണ്ണന്റെ അമ്മായി, എന്റെ അമ്മായി, അവര്, എന്റെ അച്ഛൻ, അമ്മ, വലിയമ്മ ഒക്കെ ഇവിടുത്തെ ഇത് താമസിച്ചവരാണ്. അത് ഇവിടെ ഇപ്പം അവരൊക്കെ ചെറുമാങ്കൽ, പൊത്തോട്, അണകാല്, പല പല ഇത് ഊരുകളിലെ ഓരോ സെറ്റിൽമെന്റിൽ ആൾക്കാരായിരിക്കും. ഒരു 10-40-50 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇവിടെ നിന്നൊക്കെ ഉപേക്ഷിച്ചിട്ടൊക്കെ പോയവരാണ്. കാരണം അവിടെ അമ്മച്ചിയൊക്കെ പറയണേക്കാം അവരുടെയൊക്കെ ഒരു യൂത്ത് പ്രായം, ആ ഒരു പ്രായത്തിലൊക്കെ ഇവിടെ നിന്നൊക്കെ പോയെന്നൊക്കെയാണ് അവരൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളത് അല്ലേ? ആ ഒരു പ്രായത്തിൽ അവർ പോയെന്നാണ്. എൻ്റെ അച്ഛൻ്റെ വലിയമ്മേര് അമ്മേരെ കല്യാണം, അച്ഛൻ്റെ കല്യാണം കഴിഞ്ഞത് ഇവിടെ വെച്ചിട്ടാണ്. അന്ന് പക്ഷെ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെ റോഡ് സൗകര്യങ്ങളില്ല, വെറും നടവഴികൾ മാത്രമാണ്. ഒരു സ്ഥലത്ത് ഓരോ ആൾക്കാർ കിടന്നാൽ ഒരു സ്ഥിരമായിട്ട് അവിടെയൊന്നും കിടക്കത്തില്ല. ഇപ്പോൾ ഇവിടെ ഒരു 2-3 വർഷം താമസിക്കുകയാണെങ്കിൽ പിന്നെ അടുത്ത് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി കാട് വെട്ടിത്തെളിച്ച് അങ്ങനെയൊക്കെ താമസിക്കും. ഒരു 2-3 വർഷം അവിടെ താമസിക്കും. പിന്നെ ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് പലായനം ചെയ്താണ് അന്ന് താമസിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഒരു വലിയൊരു മരുത് മരം നിൽപ്പുണ്ടേ, ആൽവള്ളിയൊക്കെ ചൂടിയിട്ടുള്ള. അപ്പം ഇതിൻ്റെയൊക്കെ മുകളിൽ എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തിൽ നല്ല ഏറുമാടങ്ങളൊക്കെ വെച്ച് ആനേനെയൊക്കെ ഓട്ടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ മുളയൊക്കെ വെച്ച് പാട്ടയിലൊക്കെ അടിക്കുക, അങ്ങനത്തെയൊക്കെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ ഉപയോഗിച്ചിരുന്നതായിരിക്കാം ഇവിടെ താമസിച്ചവർ. അപ്പോൾ അത്രത്തിൽ ഏറുമാടങ്ങൾക്കൊക്കെ അനുയോജ്യമായിട്ടുള്ളൊരു മരം തന്നെ ഇവിടെ നിൽപ്പുണ്ട്, ഒരു മരുത് മരം. അപ്പം നമ്മൾ ഈ നടുക്കത്തെ പെരത്തറയിൽ നിന്ന് നമ്മളിതാ താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം താഴെ പെരത്തറയിൽ നമ്മൾ കണ്ടതെന്ന് പറയുന്നത് അവിടുത്തെ കുറച്ച് മാവ്, അതൊക്കെ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. ഒരു മാവിൻ്റെ ഒരു ചെറിയൊരു തോട്ടം. മുമ്പ് നമ്മളിവിടെ വരുമ്പോഴേ ഈ സൈഡിൽ മറ്റേ കോലഞ്ചിയൊക്കെ നട്ടിരുന്നു, ആ സൈഡിലൊക്കെ വലിച്ചല്ലേ, പിന്നെ ആൾക്കാർ എടുത്തുകൊണ്ട് പോയി കാണും, അങ്ങനെയൊക്കെ കാണും. അന്ന് ഈ ഈഞ്ചപ്പുരി ഊരിലൊക്കെ താമസിച്ചിരുന്നവർ ഈ പന്തടിക്കളവ് എന്ന് പറയും. അതായത് ഓണത്തിനൊക്കെ നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പോഴും നിലവിലുള്ള ഓണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടിയ ഓണമൊക്കെ ആഘോഷിക്കും കേട്ടോ. അതായത് ഇപ്പോൾ കുറവാണ്, ഇപ്പോൾ എല്ലാവരും ഓരോരോ വീട്ടിലൊക്കെ സ്വന്തമായിട്ടൊക്കെയാണ് ചെയ്യുന്നത്. പണ്ട് കൂടിയ ഓണം ആഘോഷിക്കുക. അപ്പം ഒരു സ്ഥലത്ത് ഇങ്ങനെ കളിസ്ഥലമൊക്കെ കാടൊക്കെ വെട്ടിയെടുത്ത് പന്തൊക്കെ കൊണ്ടുവന്ന് എല്ലാവരും കൂടെ, പിള്ളേരൊക്കെ ഫുള്ള് പന്തടിയായിരിക്കും, പന്ത് കളിയൊക്കെ ആയിരിക്കും, വലിയവരൊക്കെ ആഹാരം വേവിപ്പായിരിക്കും. അപ്പം അങ്ങനെ ഒരു കാലഘട്ടവും കൂടെ ഉണ്ടായിരുന്നു. അപ്പം അന്നത്തെ ഒരു ഗ്രൗണ്ട് പോലത്തെ ഒരു സ്ഥലമാണ് എന്താ, അന്ന് ഒരു പന്തടി കളത്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ്. ഉണ്ട്, അടിപൊളി. തൊട്ട് സൈഡിൽ ആറുണ്ട്, ഒന്നും പറയില്ല കേട്ടോ. എന്തായാലും അടിപൊളി ഒരു പ്ലേസ്. നമ്മുടെ സന്തോഷണ്ണൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അണകാല്, പൊത്തോട്, ചെറുമാങ്കൽ, അങ്ങനെ അഗസ്ത്യവനത്തിലെ വിവിധ ഊരുകളിലൊക്കെ താമസിച്ചിട്ടുള്ള ആൾക്കാർ ഇവിടെ താമസിച്ചിരുന്നവരാണ്. നമ്മുടെയൊക്കെ അമ്മൂമ്മേരെയൊക്കെ അവരുടെയൊക്കെ ഒരു യങ്ങസ്റ്റ് പ്രായം, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു 10-30 വയസ്സൊക്കെ ഉള്ള ആ ഒരു കാലഘട്ടമൊക്കെ ആയിരിക്കാമെന്ന് തോന്നുന്നു അവരൊക്കെ ഇവിടെ താമസിച്ചത്. അപ്പോൾ ഇന്നും നിലവിൽ കുറേ പേരുണ്ട് ഈ ഈഞ്ചപ്പുരിയിൽ താമസിച്ചവർ. അവരൊക്കെ ഇപ്പോൾ അണകാലിലും പൊത്തോടും പിന്നെ നമ്മുടെ ചെറുമാങ്കൽ അങ്ങനെയുള്ള ഓരോരോ ഊരുകളിൽ താമസിക്കുകയാണ് കേട്ടോ. അപ്പം ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് മുകളിൽ വരെ ഏകദേശം അത്യാവശ്യം വീടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ അവശിഷ്ടങ്ങളും ഒക്കെയാണ് കാണിച്ചത്. അപ്പുറത്തെ സൈഡിൽ കൂടെ ഈഞ്ചപ്പുരി തോടും ഇപ്പുറത്തെ സൈഡിൽ കൂടെ ചെറിയൊരു തോടും, ഈ 2 തോടുകളൊക്കെ ആയിരുന്നു അന്ന് ഈ ഈഞ്ചപ്പുരിയിൽ താമസിച്ചിരുന്നവർക്കുള്ള അവർ വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഈ 2 തോടുകളെയാണ് ആശ്രയിച്ചിരുന്നത്. ഇപ്പം നിലവിലിപ്പം ഈഞ്ചപ്പുരി എന്ന് പറയുന്ന സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുമില്ലാത്ത വിജനമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണല്ലേ, ഒറ്റ മനുഷ്യരില്ല, ആൾതാമസമില്ല. നേരെ മറിച്ച് ഇന്നിപ്പോൾ അണകാല് ഊരുകളിലൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഊരിൽ താമസിച്ച് ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇവിടെ വണ്ടി സൗകര്യങ്ങളും ഒക്കെ ആയിട്ട് മാറിയനെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അല്ലേ. എങ്കിൽ ആൾതാമസം സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നേ. ഇപ്പം പൊത്തോടായാലും അണകാലായാലും ഓരോ ഊരുകളിലുള്ള ആൾക്കാർക്കും
സ്ഥലങ്ങളും അത്തരത്തിലൊക്കെ അളന്നു കൊടുത്തന്നെ. അപ്പോൾ ഈഞ്ചപ്പുരിയൊക്കെ സ്ഥലങ്ങളൊക്കെ ഇപ്പം വേറെ ആദായങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ സ്ഥലങ്ങൾ പുറന്തള്ളി അളന്നു പോയിരിക്കുകയാണല്ലോ. ഇവിടെയൊന്നും അളന്നു പോയിട്ടില്ല. തൊട്ട് മുകളിലൊരു 1/2 കിലോമീറ്റർ ഫ്രണ്ടിൽ വരെ നമുക്ക് ഈ ഒരു അണകാൽ ഊരിലുള്ളവർക്ക് സ്ഥലമായിട്ട് അളന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിലവിൽ ആൾക്കാർ ഇവിടെ കിടന്നിരുന്നെങ്കിൽ ഇവർക്ക് ഇവിടെ സ്ഥലമൊക്കെ ഇന്നും കിട്ടുമായിരുന്നു. ഇവിടെ ആൾതാമസം ഉണ്ടായിരുന്നേനെ കേട്ടോ. അപ്പം ഇത്തരം ഉൾഗ്രാമങ്ങളിലേക്ക് അല്ലെങ്കിൽ ഏരിയകളിലേക്ക് ആൾക്കാർ വന്ന് താമസിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പണ്ടത്തെ ഈ വ്യവസ്ഥകളും അന്നത്തെ ചൂഷണങ്ങളും ഒക്കെയാണല്ലേ. നമ്മുടെയൊക്കെ അമ്മൂമ്മയൊക്കെ കിടന്ന കാലം അവരൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. കാരണം അവരൊക്കെ നമ്മളെ കോട്ടൂർ ടൗൺ അടുപ്പിച്ച് ഒരു 5 കിലോമീറ്റർ വാലിപ്പാറ കോട്ടൂർ ചെക്ക് പോസ്റ്റിൻ്റെയൊക്കെ ഭാഗത്തൊക്കെ കിടന്നിട്ടുള്ളവരാണെന്ന്. പക്ഷെ അന്ന് ഭയങ്കരമായിട്ടുള്ള ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരെയൊക്കെ ഭയങ്കരമായിട്ടുള്ള ചൂഷണങ്ങൾ ചെയ്തുകൊണ്ടിരുന്നൊരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ചൂഷണങ്ങളിൽ നിന്നൊക്കെ കുറച്ചധികം മാറി സ്വതന്ത്രമായിട്ടൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ നാട്ടിലൊക്കെയുള്ള ഭൂരിഭാഗം ആൾക്കാരും ഇങ്ങനെ ഉൾഗ്രാമങ്ങളിലേക്കൊക്കെ എത്തിപ്പെട്ടത്. പലപ്പോഴും പലരും കമൻ്റ് ഇടുന്ന കാര്യമാണ് ഇതെന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ കാട്ടിൽ പോയി താമസിക്കുന്നത്. അപ്പം ഇതിൻ്റെ പ്രധാന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ചൂഷണങ്ങളാണ്. അപ്പം ചൂഷണങ്ങളൊക്കെ ഭയന്നുകൊണ്ട് ഒരുപാടധികം മനുഷ്യർ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ വിവിധ ഉൾഗ്രാമങ്ങളിലൊക്കെ അഭയം തേടി അങ്ങനെ കാട്ടിനുള്ളിൽ താമസിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ ഇന്ന് ശരിക്കും ആളുകൾ ഉപേക്ഷിച്ച് പോയൊരു സ്ഥലമായിട്ട് നമ്മുടെ ഈഞ്ചപ്പുരി അങ്ങനെ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിലവിൽ ഒരു വീട് പോലുമില്ല, ഒരു ആൾതാമസവും ഇല്ല. പിന്നെ നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ ഇങ്ങോട്ടൊക്കെ പല ആവശ്യങ്ങൾക്കും വരുന്നതാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ അവശിഷ്ടങ്ങൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ അമ്മിക്കല്ലും കുഴവിക്കല്ലും അപ്പോൾ അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. തീയൊക്കെ വെന്ത് കിടക്കുന്ന ഒരു സമയമാണെങ്കിൽ കുറച്ചധികം കൂടെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പം കുറച്ച് പുല്ലുകാട് ഇങ്ങനെ പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈഞ്ചപ്പുരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എന്നെ കൊണ്ടെത്തിച്ചതെന്ന് പറഞ്ഞത് നമ്മുടെ വീരപ്പൻ ചേട്ടനാണ്. അണകാലുള്ള വീരപ്പൻ ചേട്ടനാണ്. അപ്പം സന്തോഷ് എന്നാണ് പേര്. അപ്പോൾ സന്തോഷ് അണ്ണൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആവശ്യം പുള്ളിയുടെ അടുത്ത് പറയുവാണെങ്കിൽ പുള്ളി എന്തായാലും എൻ്റെ കൂടെ വരും. അങ്ങനെ അത്യാവശ്യം നമുക്ക് ഹെൽപ്പുള്ള ഒരാളാണ് സന്തോഷ് അണ്ണൻ. സന്തോഷ് അണ്ണൻ മാത്രമല്ല ഒരുപാടധികം പേര് നമുക്ക് ഓരോ കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആളുകൾ ഉപേക്ഷിച്ച് പോയിട്ടുള്ള മറ്റൊരു ഗ്രാമമാണ് നമ്മളിപ്പം പുറകിൽ കാണുന്ന ഈ ഒരു ഈഞ്ചപ്പുരി എന്ന് പറയുന്നത്. ഇന്ന് പലവരും പല ഊരുകളിലൊക്കെ താമസിക്കുന്നുണ്ട്. അവർക്ക് അവിടെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളങ്ങനെ ഈഞ്ചപ്പുരി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് നിന്ന് അവസാനിപ്പിക്കുകയാണ്. ഭൂരിഭാഗം പേരും എനിക്ക് തോന്നുന്നു ഇവിടെ താമസിച്ചവരൊന്നും ജീവിച്ചിരിപ്പില്ല അല്ലേ. അവരുടെയൊക്കെ മക്കളും അങ്ങനെയുള്ള മക്കളുടെ മക്കളും അങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ ഇപ്പം നിലവിലുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളങ്ങനെ ഈഞ്ചപ്പുരിയിൽ വെച്ചങ്ങനെ നിർത്തുകയാണ്. കൂടുതലൊന്നും പറഞ്ഞു ഉറപ്പിക്കുന്നില്ല അല്ലേ. ഓക്കെ ഓക്കെ. അപ്പം സന്തോഷ് അണ്ണ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ മേലെ പെരത്തറ. അപ്പോൾ അവിടെ പോയിക്കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് കുരവിമൂട് പെരത്തറ, അതായത് ടോപ്പിൽ നമ്മൾ 2 സ്ഥലത്തേ പോയിട്ടുള്ള ആൾതാമസമുള്ള. അപ്പം മേലെ പെരത്തറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കൂടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ദിവസം എത്തിക്കും. അപ്പോൾ സന്തോഷ് അണ്ണ ഒരു ദിവസം നമ്മളവിടെ കൊണ്ടുപോകും അല്ലേ. ഓക്കെ. അപ്പോൾ സന്തോഷ് അണ്ണൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ബായ് പറ സന്തോഷ് അണ്ണ. ബായ്.